ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയുക. ഞാനും ശേഖരനും ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താ ചേച്ചിയെ കാണുന്നേ. ആ ചേച്ചി എന്തിനാ രാജുവിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത്? നീ പോലീസ് കമ്മീഷണറെ സ്വാധീനിക്കുമല്ലേ? മാഡം, എനിക്കൊന്നും മനസ്സിലായില്ല. കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു പറയേ. രുക്മിണി വാടകയ്ക്ക് തന്ന വീട് നീയും കുടുംബവും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലേ? അവര് വാടക വീട് ഒഴിപ്പിക്കാൻ വന്നപ്പോ നീ പോലീസിനെ വിളിച്ചു വരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയോ? എടാ, വീട്ടുടമസ്ഥരെ വിരട്ടുന്നോളാം. മന്ത്രിയുടെ പി ആണെന്ന് കരുതി ആ ബന്ധം ഉപയോഗിച്ച് എന്തു മര്യാദകേടും ചെയ്യാന്നേ നീ കരുതണ്ട. അത് പ്രതാപന്റെ പ്രതിച്ഛായക്കേ കളങ്കാം. രാജു ഏട്ടന്റെ പി എ മാത്രമല്ല, അതിലുപരി അദ്ദേഹത്തിന്റെ മരുമകനാണ്. ചേച്ചിയുടെ ഒരു ശൈലി പറഞ്ഞ സണ്ണിൽ ലോ എന്ന് പറയും. ഇവൻ ഏട്ടന്റെ മാത്രമല്ല, നമ്മുടെ മരുമകനാണ്. മരുമകനാന്ന് പറയുന്നതൊക്കെ അവിടെ കിടക്കട്ടെ. മരുമകനെ അങ്ങനെ ആരും കിടത്തണ്ട. ശേഖര, നീ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ചേച്ചിയുടെ ഏകാധിപത്യവും ഭരണവും വേണമെങ്കിൽ എന്നോടായിക്കോ. ഞാൻ ആങ്ങളെയായതുകൊണ്ടും ഇളയതായതുകൊണ്ടും ഞാൻ നിന്നുതരാം. പക്ഷേ എന്റെ കൂടി മരുമകനായതുകൊണ്ട് ഇവനോട് വേണ്ട. ഇവൻ പറയുന്ന മര്യാദകേടിനൊക്കെ നീയും കൂട്ടുനിൽക്കുവാണോ? അതിന് ശേഖരേട്ടൻ മര്യാദകേടൊന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. രാജു നമ്മുടെ ഋതുമോളുടെ ഭർത്താവാണ് ചേച്ചി. ചേച്ചിയുടെ ഒത്തിരി ഹരാസ്മെന്റ് ഇവൻ സഹിച്ചിട്ടുണ്ട്. ഇനി അത് വേണ്ട ചേച്ചി. ഓഹോ, അപ്പോ സംഘം ചേർന്നാണല്ലേ എന്നെ അറ്റാക്ക് ചെയ്യുന്നേ അല്ലേ? ചേച്ചി, മിക്ക വീടുകളിലും കേൾക്കുന്ന ഒരു വൃത്തികെട്ട വാക്കുണ്ട്, നാത്തൂൻ പോര്. എന്റെ സംസ്കാരത്തിന് അത് ഒട്ടും ചേരാത്തോണ്ടാ ഞാൻ ചേച്ചിയുടെ മുന്നില് പല കാര്യങ്ങൾക്ക് പ്രതികരിക്കാതെ ഇങ്ങനെ നിന്നു തരുന്നത്. ഞാൻ ചേച്ചിയോട് റിയാക്ട് ചെയ്താലേ എന്റെ ഹസ്ബൻഡിന് അത് വിഷമാവും. അതുകൊണ്ട് വേണ്ട. മാഡം, എന്റെ പേര് പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. വാടക വീടിനൊരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് കാലാവധി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മാറാത്തത്. അതൊന്നുമല്ല, ആ എസ് പിയെ സ്വാധീനിച്ചിട്ടാ നിങ്ങൾ മാറാത്തെ. മന്ത്രിയുടെ പി ആയതുകൊണ്ടാ എസ് പി നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരുന്നേ. മാഡം, ഏത് വാടക വീടിനും വാടക ചീട്ടുണ്ട്. ആ കാലാവധി തീരാതെ ആരും മാറി കൊടുക്കില്ല. ഇത് സ്വാധീനവും കൈക്കൂലിയാ. നീ എത്ര രൂപ എസ് പിക്ക് കൈക്കൂലി കൊടുത്തടാ? മാഡം, എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്താ ആരും ഒന്നും മിണ്ടാത്തെ? എന്താ ചേച്ചി? ഞാൻ പറയാം. നിന്നെ പോലെ തന്നെയാ പ്രതാപ ഞാനും. അഴിമതിയും സ്വജനപക്ഷപാതമൊന്നും എനിക്കും ഇഷ്ടമല്ല. നീ എത്ര ആദർശധീരനാണോ അതിന്റെ ഇരട്ടി ആദർശധീരിയാ ഞാനും. കാര്യം എപ്പോഴും പറഞ്ഞില്ല. ആ രുക്മിണിയുടെ വാടക വീട്ടിലാ ഈ രാജുവും കുടുംബവും ഇപ്പൊ താമസിക്കുന്നേ. രുക്മിണി ഇവരോട് മാറിക്കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവര് മാറുന്നില്ല. ഇവനെ നിന്നോടുള്ള ബന്ധം ഉപയോഗിച്ച്
പോലീസിനെ സ്വാധീനിച്ച് ആ രുക്മിണിയെ വിഷമിപ്പിക്കുക. ഇതൊക്കെ ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ നിന്റെ പ്രതിച്ഛായയെ ബാധിക്കില്ലേ? സർ, എന്റെ ഒരു പ്രതിച്ഛായ ഇത് ബാധിക്കില്ല. ചേച്ചി അന്ധമായ വിരോധം വെച്ച് രാജുവിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പ്രതാപ, ചേച്ചി, രാജു ഒന്നും ഒരിക്കലും എന്റെ പേര് വെച്ച് ഒരാളെയും സ്വാധീനിക്കില്ല. രാജുവിന് എനിക്കറിയാവുന്ന കൂടുതൽ മറ്റാർക്കും അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി, എന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുന്നതിൽ രാജുവിന്റെ പങ്ക് വളരെ വലുതാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ പറയുക. ഞാനും ശേഖരനും ഞങ്ങളുടെ അമ്മയുടെ സ്ഥാനത്താ ചേച്ചിയെ കാണുന്നത്. ആ ചേച്ചി എന്തിനാ രാജുവിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത്? രാജു എന്റെ മകളുടെ ഭർത്താവാണെന്നുള്ള കാര്യം ചേച്ചി മാത്രം മറക്കുന്നത് എന്താ? അല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ഈ രുക്മിണിയുടെ വാടക വീടും അംബികയും തമ്മിൽ എന്താ ബന്ധം? രുക്മിണി അംബികയും തമ്മിൽ എന്താ കൂട്ടുകച്ചവടം വല്ലതും ഉണ്ടോ? അതോ അംബികയുടെ ബിനാമിയാണോ രുക്മിണി? അല്ലമ്മേ, എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി. ഈ രാജുവിന്റെ പിറകെ നടക്കുന്ന രമ്യയും അവളുടെ അമ്മ രുക്മിണിയും അംബികയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ 3 പേരും ചേർന്ന് പല ഡ്രാമകളും കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഇതോടെ വ്യക്തമായി. പിന്നെ അംബികയുടെ മറ്റൊരു തെറ്റിദ്ധാരണ ഇപ്പൊ മാറ്റിത്തരാം. ആ SP യെ സ്വാധീനിക്കാനൊന്നും രാജു പോയിട്ടില്ല. SP യെ അങ്ങോട്ട് അയച്ചതേ ഞാനാണ്. അംബികയുടെ മനസ്സിലിരിപ്പൊക്കെ എനിക്കും ഇവിടുള്ളവർക്കും മാത്രമല്ല, ഏത് മണ്ടനും മനസ്സിലാവും.